ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരു റമദാൻ ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കോലം കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് അടിക്കുന്നില്ല. പക്ഷേ ഇന്നിങ്ങനെ എനിക്ക് വേറൊരു തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഫുഡൊക്കെ ഇന്ന് എനിക്ക് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂസിങ് ആയിരുന്നു. പിന്നെ ഈ എൻ്റെ ഒരു നൈറ്റി വന്നിട്ട് നിങ്ങൾ ആരും മൈൻഡ് ചെയ്യണ്ട, ഇത് എൻ്റെ ഉമ്മയുടെ നൈറ്റിയാണ്. എൻ്റെ ഇക്കാക്കാണെങ്കിൽ ഈ നൈറ്റി ഇരുന്ന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഇക്കാക്ക് നൈറ്റി ഇരുന്ന് ഇഷ്ടമേ അല്ല. അപ്പം ഉമ്മാടെ നൈറ്റിയാണ് ഡെലിവറി സമയത്തൊക്കെ ഇല്ലേ, ആ സമയത്തൊക്കെ ഇങ്ങനെ, ആ സമയത്തൊന്നുമില്ല, ചില സമയത്ത് ഇങ്ങനെ ഉമ്മാടെ ഒക്കെ നൈറ്റി എടുത്തിട്ട് കിടക്കാൻ ഒരു ചൂട് സമയത്തൊക്കെ അതിനൊരു പ്രത്യേക സുഖമില്ലേ. അങ്ങനെ ഞാൻ ഉമ്മാടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നൊരു നൈറ്റിയാണിത്. ഇതിന്റെ സെയിം നൈറ്റി ഞാൻ ഡെലിവറി സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതും ഇതും കണ്ടാൽ വ്യത്യാസമൊന്നും തോന്നത്തില്ല കേട്ടാ. അത് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് അതെടുത്ത് ഞാൻ ഇടാറുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഡ്രസ്സ് അതുകൊണ്ട് മൈൻഡ് ചെയ്യണം. മിക്കവാറും ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇക്ക എന്നെ പഞ്ഞിക്കിടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുവാണ്, അപ്പോൾ ഇന്ന് എനിക്ക് ഒരു പരിപാടിയുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫുഡ് കുക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ എനിക്കെന്തോ എനിക്കങ്ങനെ ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കാനോ അല്ലെങ്കിൽ എനിക്കങ്ങനെ താല്പര്യം തോന്നില്ല ഇതുവരെ. അൽഹംദുലില്ലാ ഞാൻ തന്നെയല്ലേ എല്ലാം സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഞാൻ കയറി ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ഈത്തപ്പഴവും പൊരിച്ച്, കട്ട്ലറ്റും പൊരിച്ച്, ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച്, ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ച്, ആപ്പിൾ ഒഴിച്ച്, ബാക്കി തണ്ണിമത്തനൊക്കെ അരിഞ്ഞ് വെച്ച്, പിന്നെ നമ്മൾ ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് മേടിച്ച ബീഫ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം സംഭവം 1/2 കിലോയോ 3/4 കിലോയോ ബീഫാണ് അന്ന് മേടിച്ചത്. ഇത് നോമ്പ് 5 ബീഫ് തീർന്നില്ല. അതാണ് ഇവിടുത്തെ കഥ. ആ ബീഫ് എടുത്തിട്ട് ഞാൻ എന്തുവാണ്, ഫസ്റ്റ് ദിവസം നോമ്പിന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചെടുത്ത് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് എടുത്തതാണ് ഇന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയെങ്കിലും തീർന്നാൽ മതിയായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഇവിടുത്തെ കഴിപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും. നിൽക്കാൻ ഞാനൊക്കെ ഭയങ്കര ലിമിറ്റ് കുറച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ഈ പൊരിപ്പൊക്കെ കഴിച്ചാൽ പിന്നെ ഫുഡ് ഭയങ്കര കുറവാണ് കഴിക്കുന്നത്. പിന്നെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നോമ്പൊക്കെ മുറിച്ചിട്ടും കുറച്ച് ഓതലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഓതുമ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാ യാസ് വന്ന് എൻ്റെ അടുത്ത് ഇരിക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഇരിക്കും, ചില സമയത്ത് ഇങ്ങനെ ഓടിക്കളിച്ചൊക്കെ നടക്കും. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞാൽ ഈ ഫുഡ് കഴിച്ചിട്ട് പോയ ഇക്കാക്ക് തറാവിക്ക് പോകാൻ ലേറ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വന്നിട്ട് കഴിക്കാം. അപ്പം ഞാൻ എല്ലാം ഒരു 3/4 മണിക്കൂർ കൊണ്ട് സെറ്റാക്കിയെങ്കിലും ഞാൻ എന്ത് ഫുഡാക്കുമെന്ന് വെച്ചാൽ അപ്പത്തിനും ദോശയ്ക്കൊക്കെ അരയ്ക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താക്കുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ വിചാരിച്ചു പാലാടയാക്കാം. എന്തായാലും ബീഫല്ലേ, കോമ്പിനേഷൻ ആണല്ലോ, അതുകൊണ്ട് പാലാടയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇക്ക പറഞ്ഞിട്ട് വന്നിട്ട് ആക്കിയാൽ മതി, നമുക്ക് പോയിട്ട് വരായിരുന്നു. കാരണം എൻ്റെ നോമ്പ് ഷോപ്പിംഗ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഫ്രൂട്ട്സ് ഒന്നും അധികം മേടിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ ഓൾറെഡി ഗ്രീൻ ആപ്പിളും മറ്റേ അനാറും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ തണ്ണിമത്തനും മാത്രമേ മറ്റോ അന്നോ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇക്ക ഇടയ്ക്ക് മാങ്ങ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തണ്ണിമത്തൻ എടുത്തു പറയേണ്ട തണ്ണിമത്തനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ച് പെട്ടെന്ന് പോയി അതൊക്കെ മേടിച്ചിട്ട് വരാമെന്ന്. പിന്നെ എന്തുവാണ് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി കുറച്ച് വെണ്ടയ്ക്ക എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ വെട്ടുമലക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചാൽ വേസ്റ്റാണ്. ഈ ഒരു നോമ്പിന് എന്തായാലും ഒരുപാട് നമ്മൾ യൂസ് ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്ന മലക്കറിയും പിന്നെ വെണ്ടയ്ക്കയൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറും ആക്കാം. ദോശയ്ക്കിനി അരിവെള്ളത്തിലിട്ട് അരയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ്. എല്ലാ ദിവസവും സത്യം പറഞ്ഞാൽ ഞാൻ ദോശയ്ക്കും അപ്പത്തിനും ഇടാൻ വിട്ടു പോണതാണ്. ഓരോ കാര്യങ്ങൾ വന്നിട്ട് വിട്ടു പോകുന്നതാണ്. ഇന്ന് പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ ചെന്ന ഉടനെ ഞാൻ ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ. പിന്നെ ഈ ആസുമില്ലേ, ഏതെങ്കിലും കറണ്ട് പിടിക്കുന്ന സ്ഥലത്ത് പോയി ചെന്ന് കൈവെക്കലാണ് ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ പരിപാടി. എൻ്റെ പൊന്നോ ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞു. പിന്നെ ഇപ്പോൾ ആറ്റുകാൽ വരെയില്ലേ, അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തവി കണ്ടപ്പോൾ, ഈ കഞ്ഞിത്തവി, ഞങ്ങൾ കഞ്ഞിത്തവി എന്നാണ് പറയുന്നത്, ഈ ചിരട്ടത്തവിയില്ലേ, അത് കണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റടിച്ച്. ഞങ്ങളെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനൊരു ചൂലെടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം ആ ചൂലിൻ്റെ പിടി സ്റ്റീലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ തൂങ്ങുമ്പോൾ കൈ വേദനിക്കില്ല. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു ചൂല് മേടിക്കണം എന്ന്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഇക്ക പറഞ്ഞെടി ഇനിയിപ്പോൾ ചെന്നിട്ട് പാലാടയാക്കാൻ ലേറ്റ് ആവും, കാരണം ഇക്കാക്ക് തറാവിക്ക് പോകുന്ന സമയം അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞെങ്കിൽ നമുക്ക് ഈ കടയിൽ നിന്ന് ഉരട്ടി മേടിച്ചിട്ട് പോകാമെന്ന്. നമ്മൾ ഓൾറെഡി മുമ്പെന്ന് വെച്ചാൽ നോമ്പിനൊക്കെ മുന്നേ 1-2 പ്രാവശ്യം അവിടെ നിന്ന് ഉരട്ടി മേടിച്ചിട്ടുണ്ട്. അവിടുത്തെ ഉരട്ടി നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഉരട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു പാർസൽ. അവിടെ ഉരട്ടി മേടിക്കാൻ നിന്ന സമയത്ത് ആരോ ഒരാൾ ചിക്കൻ ഫ്രൈ വാങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ മാടി മാടി വിളിച്ച് ഞാൻ കുറേയൊക്കെ കൺട്രോൾ ചെയ്തു. കാരണം അത് മേടിച്ചാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ തിന്നേണ്ടി ഒരിക്കൽ കഴിക്കത്തില്ല. എന്നിട്ടും എൻ്റെ മനസ്സ് അവിടുത്തെ ചാഞ്ചാടിപ്പോയി ഗൈസ്. അങ്ങനെ ഞാൻ ഹാഫ് ചിക്കൻ ഫ്രൈ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന ഉടനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പേപ്പറിലിരിക്കുമ്പോഴത്തേക്കും വേണ്ടാന്ന് വെച്ച് വന്ന ഉടനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് പള്ളിയിൽ പോകുന്ന സമയമാവാറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഉരട്ടിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. ഇക്ക എനിക്കൊന്ന് പള്ളിയിൽ പോകുന്നതിന് മുന്നേ ഒരു ഉരട്ടിയോ മറ്റോ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, സമയമില്ലായിരുന്നു. പിന്നെ യാസും എപ്പോഴും ഞങ്ങളുടെ കൂടെ കഴിക്കാതിരിക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് പ്ലേറ്റിൽ കറി ഒഴിച്ച് കൊടുക്കണം. ആൾക്ക് എന്ത് കഴിച്ചാലും കൂടെ കറി വേണം. കറി ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ കറി വിളിച്ചെന്നെ പ്രാന്തടിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഫ് കറിയൊക്കെ ചേർത്ത് ഇക്കായും ഞാനും മോളും കൂടിയൊക്കെ അൽഹംദുലില്ലാ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക കഴിച്ചോണ്ടൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെ കിടത്തി ഉറക്കിയിട്ടും ഉണ്ടായിരുന്നു. ആള് രാവിലെ ഉറങ്ങാറേ ഇല്ല. ഉറക്കാൻ നല്ല പാടാണ്, നല്ല പണിയാണ്. നല്ല സമയം എടുക്കും ആൾ ഉറങ്ങാൻ. പിന്നെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്കൊക്കെ മുട്ട മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കുഞ്ഞു മിനി വ്ളോഗാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും